ഒരു പ്രയോഗമുണ്ട്. ലോകത്ത് 2 കാറ്റഗറിയിലുള്ള ആളുകളാണ് ഉള്ളതെന്ന്. ഒന്ന് പീക്കി ബ്ലൈൻഡേഴ്സിന്റെ ആരാധകരും, 2 പീക്കി ബ്ലൈൻഡേഴ്സ് കണ്ടിട്ടില്ലാത്തവരും. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പീക്കി ബ്ലൈൻഡേഴ്സിന്റെ ഇമോഷൻ എന്താണെന്ന്. 6 സീസണുകളിലായി പടർന്ന് പന്തലിച്ച സീരീസിൽ ടോമി ഷെൽബിയായി അവതരിച്ച കിലിയൻ മർഫി എന്ന ആക്ടറിന്റെ പേര് പറയാതെ പീക്കി ബ്ലൈൻഡേഴ്സിന്റെ യൂണിവേഴ്സ് പൂർത്തിയാകില്ല. 2022 സീരീസ് അവസാനിച്ചിടത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ പോകുന്നു. ബൈ ഓർഡർ ഓഫ് ദ ഫാൻസ്, പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ എന്ന സിനിമയുടെ ആദ്യ ട്രെയിലർ എത്തിക്കഴിഞ്ഞു. ആയിരത്തി 1919 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സ്ട്രീറ്റ്സ് ഭരിച്ചിരുന്ന ടോമി ഷെൽബിയുടെ പീക്കി ബ്ലൈൻഡേഴ്സ് ആയിരുന്നെങ്കിൽ ദ ഇമ്മോർട്ടൽ മാൻ പറയുന്നത് 1940കളിൽ ഡ്യൂക്ക് ഷെൽബി ഭരിക്കുന്ന പീക്കി ബ്ലൈൻഡേഴ്സിന്റെ കഥയാണ്. ട്രെയിലറിൽ കിലിയന്റെ ടോമി ഷെൽബി എല്ലാത്തിൽ നിന്നും അകന്ന് സ്വയം ഏർപ്പെടുത്തിയ ഒളിവ് ജീവിതത്തിലാണ്. പക്ഷേ ഡ്യൂക്ക് ഷെൽബി പതുർന്നെടുത്ത് ടോമി തിരിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഗ്ലിംസ് മാത്രമാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. സീരീസിലുണ്ടായിരുന്ന പല കഥാപാത്രങ്ങളും പുതിയ സിനിമയിൽ ഇല്ല. എന്നാൽ പല പുതിയ കഥാപാത്രങ്ങൾ വന്നിട്ടുമുണ്ട്. എയ്ഡ ഷെൽബിയായി സോഫി റണ്ടിൽ തിരിച്ചെത്തുമ്പോൾ ഡ്യൂക്ക് ഷെൽബി എന്ന കഥാപാത്രമായി ഹോളിവുഡിലെ ഏറ്റവും പ്രോമിസിംഗ് ആക്ടറായ ബാരി കിയോഹാനാണ് എത്തുന്നത്. റെബേക്ക ഫെർഗൂസൺ, ടിം റോത്ത് എന്നിവരാണ് പുതിയ കഥാപാത്രങ്ങളിൽ പ്രധാനികൾ. ഹെയ്ഡൻ സ്റ്റാഗായി അഡോളസൻസ് ഫെയിം സ്റ്റീഫൻ ഗ്രഹാം തിരിച്ചെത്തുമ്പോൾ പോൾ ആൻഡേഴ്സൺ അവതരിപ്പിച്ച ആർതർ ഷെൽബി ജൂനിയറിന്റെ ക്യാരക്ടർ ഇല്ലാത്തത് നിരാശയായി. സ്റ്റീവ് എന്ന നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിൽ കിലിയന്റെ ഒപ്പം അഭിനയിച്ച ജെ ലൈക്കൂർഗോയും ട്രെയിലറിൽ എത്തുന്നുണ്ട്. എക്സ്പെക്ടേഷൻസിന് അതീതമായ സിനിമയാണ് വരാൻ പോകുന്നത്. കാരണം ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവസാനിപ്പിച്ച സീരീസ് പോലെ ഫാൻസിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമയാവില്ല പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ. വൺ ഓഫ് ദ കോൾഡസ്റ്റ് ക്യാരക്ടേഴ്സ് ഇൻ ടെലിവിഷൻ ഹിസ്റ്ററി എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടറാണ് ടോമി ഷെൽബി. എഴുത്തിന്റെ പ്രതിഭയാണ് സീരീസിന്റെ മേക്കിങ്ങിന് പിന്നിലും കഥാപാത്രങ്ങളുടെ സൃഷ്ടിക്ക് പിന്നിലും എടുത്തു പറയേണ്ടത്. സീരീസിന്റെ ക്രിയേറ്ററായ സ്റ്റീവൻ നൈറ്റ് തന്നെ പുതിയ ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയപ്പോൾ ടോം ഹാർപ്പറാണ് സംവിധായകന്റെ റോളിലെത്തുന്നത്. പകരം വയ്ക്കാനില്ലാത്ത അഭിനയവും പകരം വയ്ക്കാനില്ലാത്ത ഒരു പീരിയോഡിക്കൽ പ്രൊഡക്ഷനുമായിരുന്നു 6 സീസണുകളിലായി നീണ്ട പീക്കി ബ്ലൈൻഡേഴ്സ്. അതിനെ പിന്തുടർന്നെത്തുന്ന ചിത്രത്തിനെ കുറിച്ച് ആരാധകർക്കുള്ള പ്രതീക്ഷ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ കിലിയൻ മർഫിയുടെ ഗ്യാങ്ങിന് മുന്നിലുള്ളൂ. വരുന്ന മാർച്ച് 20 സിനിമ നെറ്റ്ഫ്ലിക്സിലെത്തുമ്പോൾ പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ എങ്ങനെയാണ് പ്രതീക്ഷകൾ തെറ്റിക്കുകയെന്ന് കാത്തിരുന്നു കാണാം.